ഹലോ, വെൽക്കം ബാക്ക് ടു റിസോസ് കിച്ചൻ. ഇന്നത്തേത് എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ല ഫ്ലേവേഴ്സിൽ വരുന്ന കേക്കിൻ്റെ റെസിപ്പിയാണ്. കുറേ ആയി ഇത് ഉണ്ടാക്കിയെടുത്തിട്ട് പോസ്റ്റ് ചെയ്യാൻ അല്പം ഒന്ന് വൈകി പോയിട്ടോ. അപ്പോൾ ഈസി മെത്തേഡാണ്. സ്പഞ്ച് ഉണ്ടാക്കുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. പെർഫെക്റ്റ് സ്പഞ്ചിൻ്റെ റെസിപ്പീസ് ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വാനില സ്പഞ്ചാണ് ആദ്യം വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം അസംബിൾ ചെയ്യുക. മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ഫ്ലേവറിൽ വരുന്നത് സ്ട്രോബെറി ഫ്ലേവറാണ്. അത് വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ സ്പഞ്ച്. എന്നിട്ട് ക്രീം അസംബിൾ ചെയ്യുക. സെയിം പ്രോസസ്സ് ചോക്ലേറ്റും കൂടെ ഗ്രേറ്റ് ചെയ്ത് വെക്കുക. ഇനി ഇതിൽ ഒക്കെ തന്നെ ഞാൻ സ്പഞ്ച് ഉണ്ടാക്കിയെടുക്കുന്നത് എക്സാക്റ്റ് ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവേഴ്സ് വരുന്ന ജ്യൂസ് വെച്ചിട്ടല്ല, പകരമായിട്ട് ലിക്വിഡിൽ വരുന്ന കളേഴ്സിലും ഫ്ലേവറിലും വരുന്ന ലിക്വിഡ്സ് ഞാൻ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന ടൈമിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് മിക്സ് ആക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ടാണ് ഓരോ സ്പഞ്ചും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എക്സാക്റ്റ് ജ്യൂസ് എൻ്റെ പൾപ്പ് വെച്ചിട്ടല്ല കേട്ടോ. മൂന്നാമത്തെ സ്പഞ്ച് മാംഗോ ഫ്ലേവറാണ്. നാലാമത്തെ സ്പഞ്ച് പിസ്തൻ്റെ ഫ്ലേവറും കൂടാണ് ചേർത്തിട്ടുള്ളത്. ലാസ്റ്റ് സ്പഞ്ചായിട്ട് വാനില ഫ്ലേവറും. അങ്ങനെ 5 സ്പഞ്ചസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഓരോന്നും ക്രീം വെച്ചിട്ട് അസംബിൾ ചെയ്തിട്ട് നന്നായിട്ട് എഡ്ജസിലൊക്കെ വരുന്ന രീതിയിൽ കറക്റ്റ് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിലൊക്കെ തന്നെ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റ് ചോക്ലേറ്റിന് പകരമായിട്ട് ഏതെങ്കിലും നട്ട്സ് ചേർത്താലും മതി. ലാസ്റ്റത്തെ സ്പഞ്ചിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഫുൾ കവറായിട്ട് ക്രീം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഫുൾ കവറായിട്ട് നല്ല വൃത്തിയിലല്ല ക്രീം ചേർത്തിട്ടുള്ളത്. കാരണം റോസറ്റോ നോസിൽ വെച്ചിട്ട് ഞാൻ ഫുൾ ആ ഒരു ഡിസൈൻ ചേർത്തെടുക്കുന്നുണ്ട്. ഡിസൈൻ്റെ ഇടയിലൊക്കെ കളറിങ് വരാൻ കാരണം അതിൻ്റെ പൈപ്പിംഗ് ബാഗിൽ കളേഴ്സ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിച്ചിട്ടില്ല. എന്നിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുകയാണ്. ലാസ്റ്റ് ഷുഗർ സ്പ്രിങ്കിൾസ് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. പല ഫ്ലേവേഴ്സ് വരുന്നതുകൊണ്ട് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക്